ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം നാളത്തെ ഒരു സൂപ്പർ ഹിറ്റ് പ്രേമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശിവനും ഹരിയും കൂടി ചേർന്ന് നേരെ ശങ്കരമാമയുടെ അടുത്ത് ചെന്നിരിക്കുകയാണ്. അപ്പം ശങ്കരമാമയോട് കാര്യങ്ങളെല്ലാം സംസാരിക്കുകയാണ്. ഇത് കേട്ട ശങ്കരമാമയാണെങ്കിൽ എനിക്ക് അപ്പോഴേ തോന്നിയിരുന്നു ബാലൻ്റെ മനസ്സിൽ വല്ലാത്തൊരു നീറ്റലുണ്ടെന്ന്. പക്ഷേ ബാലനൊന്നും തുറന്നു പറഞ്ഞിട്ടില്ലായിരുന്നു ഹരി. പിന്നെ കണ്ണൻ്റെ ആ പെരുമാറ്റവും എല്ലാം കൊണ്ടും അവ രണ്ടുപേരും തകർന്നു പോയൊരവസ്ഥയിലായിരുന്നു. എന്തു ചെയ്യാനാണ്? അവര് നിങ്ങളെ അത്രമാത്രം സ്നേഹിച്ചിരുന്നു. പക്ഷേ നിങ്ങളുടെ ഒരാളുടെ കയ്യിൽ നിന്നും ഇങ്ങനൊരു അനുഭവം ഉണ്ടായി കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് താങ്ങാൻ പറ്റിയിട്ടുണ്ടാവില്ല. എന്നോട് ഇതുവരെയും ബാലിന് ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. പക്ഷേ അത്രയ്ക്കും മനസ്സ് തന്നുകൊണ്ട് മാത്രമാണ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതെന്നും ശങ്കരമാമൻ പറയുകയാണ്. പക്ഷെ ഹരി, ഒരു കാര്യമുണ്ട്, അപ്പു കാണിച്ചത് വളരെയേറെ വളരെയേറെ തെറ്റായ കാര്യം തന്നെയാണ്. ഒരിക്കലും അങ്ങനെ ദേവിയോട് അപ്പു പെരുമാറാൻ പാടില്ലായിരുന്നു. ആ കുഞ്ഞ് അടുത്ത് ചെന്നെന്ന് വിചാരിച്ച് എന്താണ് കുഴപ്പം സംഭവിക്കാനായിട്ട് പോകുന്നത്? ആ കുഞ്ഞിനെ പോലും ദേവിയുടെ അടുത്തേക്ക് അടുപ്പിക്കാതെ അപ്പു മാറ്റിപ്പിടിച്ചില്ലേ? ദേവിയുടെ അടുത്തുനിന്ന് വലിച്ചു ഇഴച്ചുകൊണ്ട് പോയില്ലേ? ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ദേവിക്ക് അത് സങ്കടം സഹിക്കാനായിട്ട് പറ്റി കാണില്ല ഹരി എന്നിങ്ങനെ പറയുകയാണ്. അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഹരിക്ക് സങ്കടം സഹിക്കാനായിട്ട് പറ്റിയില്ല. അപ്പം ഹരി ആണെങ്കിലും ശങ്കരമാമ പറഞ്ഞതും സത്യം തന്നെയാണല്ലോ. അപ്പുവിൻ്റെ ഭാഗത്തു നിന്നും അങ്ങനൊരു നീക്കം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ അവർ രണ്ടുപേരും ഇറങ്ങിപ്പോകില്ലായിരുന്നു. അപ്പു പറഞ്ഞതിനെ തുടർന്നാണ് കുടുംബത്തിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ട് തുടങ്ങിയത്. അപ്പു ആണ് എല്ലാത്തിനും കാരണം. അപ്പു കുഞ്ഞിനെ എപ്പോൾ ദേവിയേട്ടത്തിൻ്റെ മുന്നിൽ നിന്ന് അകറ്റാൻ തുടങ്ങിയോ അന്നു മുതലാണ് അവർ രണ്ടുപേരും തകർന്നു പോയതെന്നുള്ളൊരു കാര്യവും ഹരി മനസ്സിലാക്കുകയാണ്. അപ്പം ഹരി ഭയങ്കരമായിട്ടും കരയുകയാണ്. ഹരി കരഞ്ഞുകൊണ്ട് പറയുകയാണ്, എനിക്ക് തെറ്റുപറ്റിപ്പോയി. അപ്പു പറഞ്ഞതുപോലെ തന്നെ ആ ജോലിക്ക് ഞാൻ പോയാൽ മതിയായിരുന്നു. അപ്പു ചൂണ്ടിക്കാണിച്ച ജോലിക്ക് ഞാൻ പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ അപ്പു ആ കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടാക്കില്ലായിരുന്നു. എല്ലാം എൻ്റെ തെറ്റാണ്. ഞാനാണ് പിടിവാശി കാണിച്ചത്. അപ്പു പറഞ്ഞതുപോലെ തന്നെ നടന്നാൽ മതിയായിരുന്നു. അങ്ങനെ നടന്നിരുന്നെങ്കിൽ ഇപ്പം എൻ്റെ ബാലേട്ടനും ദേവിയേച്ചിയും എൻ്റെ കൂടെ തന്നെ ഉണ്ടായേനായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഹരി ഇങ്ങനെ ഭയങ്കര കരച്ചിലാണ്. അപ്പോൾ ഹരിയുടെ ആ കരച്ചിൽ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ശിവന് സഹിക്കാനായിട്ട് പറ്റില്ല. എന്താ ഹരിയേട്ടാ, ഇങ്ങനെ കരയല്ലേ ഹരിയേട്ടാ, നടന്നതെല്ലാം നടന്നു. അപ്പോൾ ശങ്കരമാവനെ ആശ്വസിപ്പിക്കുകയാണ്, ഹരി ഇതൊന്നും നിന്റെ തെറ്റല്ല, എല്ലാം വിധി. അങ്ങനെ സംഭവിക്കണമെന്ന് ദൈവവിധി ഉണ്ടായിരിക്കും. പക്ഷേ ഇതെല്ലാം കണ്ടുകൊണ്ട് മുകളിലൊരാളുണ്ട്, നിങ്ങളുടെ അമ്മ. അമ്മ എത്രമാത്രം മനസ്സ് വേദനിക്കുന്നുണ്ടെന്ന് അറിയാവോ എന്ന് ചോദിച്ചുകൊണ്ട് ശങ്കരമാമ വീണ്ടും തുടങ്ങി. അപ്പം ഹരിയാണെങ്കിൽ കരച്ചിൽ നിർത്തുന്നുമില്ല. അപ്പം ശിവനാണെങ്കിൽ ഹരിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ, വേണ്ട ഹരിയേട്ടാ, ഇനി ഇതിനെ ചൊല്ലി ഒരു വർത്തമാനം വേണ്ട. എവിടെയാണെങ്കിലും നമ്മുടെ ദേവിയേട്ടത്തിയെ ബാലേട്ടനെയും കണ്ടെത്തും. അവരില്ലാതെ നമുക്ക് കുടുംബത്തിൽ എന്ത് സന്തോഷമാണുള്ളത്? അവരില്ലാതെ നമുക്കിനി മുന്നോട്ട് പോകാനായിട്ട് കഴിയില്ല ഹരിയേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് ഹരിയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് നമുക്കിനി പോകാൻ ഇവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ, കുറേ കൂടി അന്വേഷിച്ചിട്ട് നമുക്ക് വീട്ടിലേക്ക് മടങ്ങി പോകണം. അവിടെ അപ്പോൾ എടുത്തിയും അതേപോലെ തന്നെ അഞ്ചുമൊക്കെ ഒറ്റക്കല്ലേ, നമുക്ക് അങ്ങോട്ട് ചെന്നേ മതിയാവോള്. അങ്ങനെ അവർ ഒരു എത്തുകയാണ്. അപ്പോൾ ശങ്കരമാമനും കുറേ കാര്യങ്ങളെല്ലാം പറഞ്ഞ് സമാധാനിപ്പിക്കുകയും ചെയ്യുകയാണ്. ഇതേ സമയം തന്നെ നമ്മുടെ അഞ്ജുവും അതേപോലെ തന്നെ അപ്പു ആണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. കണ്ണനാണെങ്കിൽ അതിലേറെ ടെൻഷൻ. താൻ കാരണമാണോ ഇനി തൻ്റെ ദേവിയേട്ടത്തിയും ബാലേട്ടനും ഈ കുടുംബം വിട്ട് ഇറങ്ങിപ്പോയത് എന്നൊക്കെ ഓർക്കുമ്പോൾ കണ്ണന് ഭയങ്കര നീറ്റിലുണ്ട്. അങ്ങനെ കണ്ണൻ പൂജാറൂമിലേക്ക് കയറി ഭഗവാനോട് മനസ്സുരുക്കി പ്രാർത്ഥിക്കുകയാണ്. ഭഗവാനെ, എന്നോട് ക്ഷമിക്കണം. ഞാൻ എൻ്റെ ദേവിയേട്ടത്തിയെയും ബാലേട്ടനെയും വേദനിപ്പിക്കാൻ പാടില്ലായിരുന്നു. എനിക്ക് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. എൻ്റെ അതിബുദ്ധിയാണ്, എൻ്റെ അതിബുദ്ധി കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. എൻ്റെ പിടിവാശി വേണ്ടായിരുന്നു. എനിക്ക് ബിസിനസ്സും വേണ്ട, ഒന്നും വേണ്ട. എനിക്കെൻ്റെ ദേവിയേട്ടത്തെയും ബാലേട്ടനെയും ഒന്ന് കണ്ടാൽ മതി, അവരിങ്ങോട്ട് എത്തിയാൽ മതി, പഴയതുപോലെ തന്നെ സന്തോഷമായിട്ട് ജീവിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൻ പൂജാ റൂമിൽ ഒറ്റ ഇരുന്ന് ഭയങ്കരമായിട്ടും പ്രാർത്ഥനയാണ്. അപ്പോൾ അഞ്ജുവും അതേപോലെ തന്നെ അപ്പവും കൂടി വാദിക്കാൻ തന്നെ ഇരിക്കുകയാണ്. എപ്പോൾ ഹരി വരും, എപ്പോൾ ശിവൻ വരും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അവരെ വിളിക്കുന്നുണ്ട്. പക്ഷേ എങ്ങും കണ്ടെത്താനായിട്ട് സാധിച്ചില്ല എന്നാണ് അവരുടെ കയ്യിൽ നിന്ന് കിട്ടിയ മറുപടി. അങ്ങനെ എങ്ങനെയൊക്കെ ന്യൂസ് അറിഞ്ഞു വരികയാണ് നമ്മുടെ ജയന്തി. അപ്പം ജയന്തി അങ്ങോട്ട് വരുന്നുണ്ടെപ്പോഴേക്കും ഇവർക്ക് അത്ര ദേഷ്യമൊന്നുമില്ല. അപ്പോൾ ജയന്തി കയറുന്നിട്ട്, അയ്യോ എന്തു പറ്റി മക്കളെ, നിങ്ങളെന്താ ആകെ സങ്കടപ്പെട്ടിരിക്കുന്നത്? പിന്നെ ജയന്തി അടുത്തിയോട് പറയാതിരുന്നിട്ട് ഒരു പ്രയോജനമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ജയന്തി അടുത്തിയോട് കാര്യങ്ങളെല്ലാം പറയുകയാണ്. പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എന്തൊക്കെയാണ് നിങ്ങൾ ഈ പറയുന്നത് എന്നും പറഞ്ഞ് ആ ലെറ്റർ എടുത്ത് കയ്യിലേക്ക് കൊടുക്കുകയാണ്. ജയന്തി അത് നന്നായിട്ട് വായിക്കുകയാണ്. ജയന്തി അത് നന്നായിട്ട് വായിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ ജയന്തിയുടെ സ്വഭാവം അങ്ങോട്ട് മാറിയിട്ട്, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം അപ്പു, അഞ്ജു അപ്പു
അറിയാൻ വേണ്ടിയുള്ള കാര്യമാണ്. ഇതേ വെറുമൊരു കത്തല്ല, ഈ കത്ത് ആത്മഹത്യക്കുറിപ്പാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് കേട്ട ഉടനെ തന്നെ അഞ്ജുവും അതേപോലെ തന്നെ അപ്പുവും കൂടിയാണ് ചങ്ക് തകർന്നൊരു അവസ്ഥയിൽ. അപ്പുവിന് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് സഹിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അപ്പു അവിടെ നിന്ന് ചാടി എണീറ്റിട്ട് ആ ലെറ്റർ അങ്ങോട്ട് തട്ടിപ്പറിച്ച് മേടിച്ചിട്ട് ഒരക്ഷരം നിങ്ങളിനി മിണ്ടിപ്പോകരുത്. ദേ ഇത്തരത്തിലുള്ള വർത്തമാനം പറഞ്ഞുകൊണ്ട് ഇനി മേലെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെക്കുറിച്ച് വേണ്ടാതിനും പറയുന്നോ? എൻ്റെ ദേവിയേട്ടത്തിക്കും ബാലേട്ടനും ഒന്നും സംഭവിച്ചിട്ടില്ല, അവർ തിരിച്ചു വരും. അയ്യോ, നിങ്ങളെ വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. അല്ല, ഇങ്ങനത്തെ ലെറ്ററൊക്കെ എഴുതി കണ്ടില്ലേ, ഞങ്ങളൊരു മടക്കമില്ലാത്ത യാത്രയിലേക്ക് പോവുകയാണ് എന്നും പറഞ്ഞുകൊണ്ടല്ലേ എഴുതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു പോയതാണ്. വേണ്ട, ഇങ്ങനത്തെ വർത്തമാനങ്ങളൊന്നും വേണ്ട. ഞങ്ങളിവിടെ ചങ്ക് തകർന്ന് ചങ്ക് ഉരുകിയൊരു അവസ്ഥയിലിരിക്കുകയാണ്. ആ സമയത്ത് ഇങ്ങനത്തെ വർത്തമാനം വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ശിവനും ഹരിയും കൂടി അങ്ങോട്ട് എത്തുകയാണ്. അപ്പോൾ അവരങ്ങോട്ട് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും അഞ്ജുവും അപ്പവും കൂടി ഓടി ചെന്നിട്ട് എന്തായി, എങ്ങും കണ്ടെത്താനായിട്ട് സാധിച്ചില്ലേ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ഇല്ല, എങ്ങും കണ്ടെത്താനായിട്ട് സാധിച്ചില്ല, എനിക്കാകെ പേടി തോന്നുന്നു, അവരെവിടെയായിരിക്കും പോയിട്ടുണ്ടാവുക. വീണ്ടും തുടങ്ങി ജയന്തി വിട്ടുകൊടുക്കോ? ജയന്തിക്ക് ഒരു തുമ്പ് കിട്ടിയാൽ മതി. സാന്ത്വനം കുടുംബം തകർന്ന് തരിപ്പണമായി കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ജയന്തി. അപ്പോൾ ഈ ഒരു ന്യൂസ് കൂടി കിട്ടി കഴിഞ്ഞപ്പോഴേക്കും ഈ ദേവിയാണെങ്കിൽ ജയന്തിക്ക് കണ്ണിന് നേരെ കണ്ടുകൂടല്ലോ, നേരത്തെ മുതൽ ഇഷ്ടമല്ല. അവ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോഴേക്കും ജയന്തിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. അപ്പം ജയന്തി ഇവരെ വീണ്ടും കുത്തി നോവിക്കാൻ വേണ്ടി എങ്ങും കണ്ടെത്താനായിട്ട് സാധിച്ചില്ലല്ലേ, ഇനി നിങ്ങളിങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നടന്നിട്ടൊന്നും യാതൊരു കാര്യമില്ല. നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, എത്രയും പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് കൊടുക്കുക, എന്നാലേ കണ്ടെത്താനായിട്ട് സാധിക്കുള്ളൂ. അല്ല, ഇനി അവർ ജീവിച്ചിരിക്കുന്നുണ്ടോ മരിച്ചോ എന്നൊന്നും അറിയാനായിട്ട് പാടില്ലല്ലോ. ഇത് കേട്ട ശിവന്റെ കണ്ണുകളാകെ ചുമന്ന് തൊടുത്തു പോകണം. അപ്പോൾ ശിവനാണെങ്കിൽ നിർത്ത്, ഇനിയും ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ക്ഷമയെ നിങ്ങൾ പരീക്ഷിക്കരുത്. ഇനിയും കൂടുതൽ ഇവിടെ നിന്ന് വർത്തമാനം പറഞ്ഞിട്ടുണ്ടല്ലോ, എൻ്റെ കയ്യിൽ നിന്ന് ശരിക്കും മേടിക്കും. എൻ്റെ വയസ്സിന് മൂത്താണെന്നും വിചാരിക്കുന്നില്ല. അപ്പം ഹരിയും പറയാണ്, മര്യാദക്ക് ഈ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കോണം. ചങ്ക് തകർന്ന് നിൽക്കുന്ന ഞങ്ങളുടെ മുന്നിലേക്ക് ഏട്ടത്തിയെയും കുറിച്ച് അനാവശ്യം പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാൽ എൻ്റെ സ്വഭാവം മാറും, ഇറങ്ങിപ്പോകാനാണ് പറഞ്ഞത്. അങ്ങനെ ജയന്തിയെ അവിടെ നിന്ന് ആട്ടിപ്പായ്ക്കുകയാണ് നമ്മുടെ ശിവനും ഹരിയും കൂടി ചേർന്ന്. ജയന്തിയാണെങ്കിൽ വീണ്ടും നാണം കെട്ട് പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. അപ്പോൾ കണ്ണൻ എവിടെ നിന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും കണ്ണൻ പൂജാറൂമിൽ ഒറ്റ ഇരിപ്പാണ്. അവൻ പുറത്തേക്ക് വന്നിട്ടില്ല. അവനാണെങ്കിൽ ഭയങ്കര സങ്കടമായി. എല്ലാ കുറ്റസമ്മതവും ഞങ്ങളുടെ മുന്നിൽ നടത്തി. അവനതെല്ലാം അഭിനയിച്ചതാണ്, അവന് പൈസ കൊടുക്കാൻ വേണ്ടിയാണ് അവൻ ക്രൂരനായിട്ട് അഭിനയിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ ശിവനും ഹരിയും കൂടി നേരെ പൂജാറൂമിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ പൂജാറൂമിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഈ നമ്മുടെ കണ്ണനാണെങ്കിൽ ഭയങ്കര കരച്ചിൽ. അപ്പോൾ കണ്ണൻ ഈ ശിവനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും, ശിവേട്ടാ എന്നോട് ക്ഷമിക്കണം ശിവേട്ടാ, എനിക്ക് തെറ്റുപറ്റിപ്പോയി, ഞാൻ പറഞ്ഞതും ഇതൊക്കെ തെറ്റാണ്, എന്നോട് ക്ഷമിക്കണം. ഇത് കേട്ട ശിവനാണെങ്കിൽ ആകെ അരിച്ചു വന്നിട്ട്, ഇല്ലടാ നിന്നോട് ക്ഷമിക്കില്ല ഞാൻ, കാരണം എൻ്റെ ഏട്ടനെയും മേട്ടത്തെയും നീ വേദനിപ്പിച്ചതിൽ ഒരു കണക്കുമില്ല. ഒരു കണക്കുമില്ലാതെയാണ് നീ വേദനിപ്പിച്ചത്. നിന്നെ ഇത്രയും നാൾ പോറ്റി വളർത്തിയ ഏട്ടത്തിയുടെ മുഖത്ത് നോക്കി നീ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്. നിന്നോട് ക്ഷമിക്കില്ല. ഇതിനെല്ലാം നീ അനുഭവിച്ചേ മതിയാവുള്ളൂ കണ്ണാ എന്ന് നമ്മുടെ ശിവൻ പറയാണ്. ഇനി ബാലനും ദേവി എങ്ങോട്ടായിരിക്കും പോയിട്ടുണ്ടാവുക? ഇനി അവർ തിരിച്ചു വരുമോ, അല്ലെങ്കിൽ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും തിരിച്ചു വരുന്നത് എന്നൊക്കെ അറിയാനായിട്ട് എല്ലാവരും ഇനിയുള്ള എപ്പിസോഡ് കാണേ. കാരണം ഇനി കുറച്ച് ദിവസം കൂടി മാത്രമേ ഉള്ളൂ. എപ്പിസോഡ് എല്ലാവരും കാണാൻ വേണ്ടി എല്ലാവരും കാത്തിരിക്കണേ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി ആശംസിക്കുന്നു. നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.